Dear friends, today we are going to discuss about process costing, one of the chapter in cost accounting. This is first video of process costing, part 1. It is especially useful for diploma in commercial practice 5th semester cost accounting BBA, BCom, MCom students and all to commerce students, especially to commerce students. Okay, let us discuss. Okay. Process costing is a method of costing under which all costs are accumulated for each stage of production or process, and the cost per unit of product is ascertained at each stage of production by dividing the cost of each process by the normal output of that process. ശ്രദ്ധിച്ചോളാം, നിങ്ങൾ പ്രോസസ് എന്ന വാക്ക് കിട്ടിയിരിക്കും. അപ്പോൾ പ്രോസസ് എന്ന വാക്ക് എന്താണ്? ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത സീക്വൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പുകളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് എങ്കിൽ സീക്വൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പുകളാവാം, പ്രോസസ്സുകളിലൂടെ കടന്നു പോയതിനു ശേഷം ആകാം എന്ത് സംഭവിക്കുന്നത്, ഒരു റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആകുന്നത് എങ്കിൽ ഓരോ പ്രോസസ്സുകളിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേജിനെയും ഓരോ പ്രോസസ്സായിട്ട് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യും, റോ മെറ്റീരിയൽ, ബേസിക് റോ മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ് ചെയ്തിട്ട് അവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് ആയിരിക്കും അടുത്ത പ്രോസസ്സിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത പ്രോസസ്സിന്റെ ഇൻപുട്ട് അവിടുത്തെ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് സ്റ്റേജിൽ കംപ്ലീഷനോട് കൂടിയിട്ട് അതിന്റെ ഔട്ട്പുട്ട് കിട്ടും. അതായിരിക്കും മൂന്നാമത്തെ പ്രോസസ്സിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അവിടെ വെച്ച് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഫോർ എക്സാമ്പിൾ 3 പ്രോസസ്സേ ഉള്ളൂ എങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഫിനിഷ്ഡ് സ്റ്റോക്ക് ഓർ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകത. ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഈ ഒരു മീനിങ് വായിച്ചു നോക്കുക. പ്രോസസ് കോസ്റ്റിംഗ് ഇസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചിരുന്നതാണ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. അതിലൊരു മെത്തേഡാണ് എന്ത്, പ്രോസസ് കോസ്റ്റിംഗ്. മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം അറിയേണ്ടത്. അണ്ടർ വിച്ച് ഓൾ കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ്. എല്ലാ കോസ്റ്റും എന്ത് ചെയ്യുന്നത്, അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നു. ഫസ്റ്റ് പ്രോസസ്സിൽ അക്യുമുലേറ്റ് ചെയ്യും, അതിന് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ടു സെക്കൻഡ് പ്രോസസ്സിലോട്ട് കൊണ്ടുപോകും. ദെൻ അവിടുന്ന് അക്യുമുലേറ്റ് ചെയ്തിട്ട് തേർഡ് പ്രോസസ്സിലോട്ട് കൊണ്ടുപോകും. ദെൻ ഫോർത്ത് പ്രോസസ്സ് ഉണ്ടെങ്കിൽ ഫോർത്ത് പ്രോസസ്സിലേക്ക് കൊണ്ടുപോകും. ഫോർ ഈച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ഓർ പ്രോസസ് ആൻഡ് ദ കോസ്റ്റ് പെർ യൂണിറ്റ്. ഓരോ പ്രോസസ്സുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പെർ യൂണിറ്റ് കോസ്റ്റ്, പ്രൊഡക്റ്റിന്റെ പെർ യൂണിറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഹൗ, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ആ ഒരു പ്രോസസ്സിലെ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആകുന്നതിന് മുൻപ് റോ മെറ്റീരിയൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റേജുകളിലൂടെ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ ഓരോ സ്റ്റേജ് അല്ലെങ്കിൽ ഓരോ സ്റ്റേജിനെയുമാണ് എന്ത് പറയുന്നത്, പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓരോ പ്രോസസ്സിനും എന്തുണ്ടായിരിക്കാം, ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ടായിരിക്കും. ഒരു പ്രോസസ്സിന്റെ ഇൻപുട്ട് ഫസ്റ്റ് പ്രോസസ്സിൽ റോ മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും രണ്ടാമത്തെ പ്രോസസ്സിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ആ ഇൻപുട്ട് പ്രോസസ്സ് ചെയ്തിട്ടായിരിക്കും രണ്ടാമത്തെ പ്രോസസ്സിന് ഔട്ട്പുട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ 3 പ്രോസസ്സേ ഉള്ളെങ്കിൽ മൂന്നാമത്തെ പ്രോസസ്സിന്റെ എൻഡിൽ കിട്ടുന്നത് ഔട്ട്പുട്ട് ആയിരിക്കും എന്നുള്ളതാണ്. ഓരോ പ്രോസസ്സിലെയും പെർ യൂണിറ്റ് കോസ്റ്റും ടോട്ടൽ കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യാനും ഏറ്റവും അവസാനമായിരിക്കാം ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ പെർ യൂണിറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതുമാണ് ഇതിന്റെ പ്രത്യേകത. പ്രോസസ് കോസ്റ്റിംഗ് ഈസ് എ കോസ്റ്റ് അക്യുമുലേഷൻ മെത്തേഡ്. കോസ്റ്റ് എന്ത് ചെയ്യണം, അക്യുമുലേറ്റ് ചെയ്യുകയാണ്. ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലോട്ട് എന്ത് ചെയ്യുന്നത്, അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, കൂട്ടി വരുന്നു. ഫസ്റ്റ് സ്റ്റേജിന്റെ മൊത്തം എത്ര ഇൻപുട്ട് പ്രോസസ് ചെയ്തു പ്ലസ് അതിന്റെ കോസ്റ്റ് എത്രയാണോ അതെല്ലാം കൂടി എന്ത് ചെയ്യണം, സെക്കൻഡ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ആ ഇൻപുട്ടായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പ്രോസസ്സിൽ അതെല്ലാം പ്രോസസ്സ് ചെയ്തതിന് ശേഷം അതിന്റെ ഔട്ട്പുട്ടാണ് എന്ത് ചെയ്യുന്നത്, തേർഡ് പ്രോസസ്സിന്റെ ഇൻപുട്ട് എന്ന് പറയും. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് പ്ലസ് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് ആ തേർഡ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണ് അക്യുമുലേഷൻ മെത്തേഡ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ വേർഡ് അവിടെ വരാനുള്ള കാരണം. വേർ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഓഫ് യൂണിഫോം ഐറ്റംസ്. ശ്രദ്ധിച്ചുള്ള, കണ്ടിന്യൂസ് ആയിരിക്കും, പ്രൊഡക്ഷൻ വിൽ ബി കണ്ടിന്യൂസ് ആയിരിക്കും.
അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. Occur in large quantities or mass production occurs passing through many stages. ലാർജ് ക്വാണ്ടിറ്റീസിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മാസ് പ്രൊഡക്ഷൻ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. അതും മെനി സ്റ്റേജസ് ഓർ പ്രോസസ്, സ്റ്റേജസ് തന്നെ പ്രോസസ് എന്ന് പറയാം, സ്റ്റേജുകളിലൂടെയും പ്രോസസ്സുകളിലൂടെയും കടന്നുപോയിക്കൊണ്ടാണ് പ്രൊഡക്ഷൻ നടത്തപ്പെടുന്നത് എന്നുള്ളതാണ്. എ ലാർജ് എമൗണ്ട് ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി undertaken there. Process costing is a cost of accumulation method where continuous production of uniform items occurs in large quantities, or mass production occurs passing through many stages or processes which produces a large amount of units of production. Process costing is that aspect of operation costing. ഓപ്പറേഷൻ കോസ്റ്റിങ്ങിന്റെ ഒരു ഭാഗമാണ് എന്ത്, ഈ ഒരു പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്, which is used to ascertain the cost of the product at each process. ഓരോ പ്രോസസ്സിലെയും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ഓർ സ്റ്റേജ് ഓഫ് മാനുഫാക്ചർ, ഒരു മാനുഫാക്ചറിങ് സ്റ്റേജസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസിലെ കോസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നു. ദിസ് മെത്തേഡ് ഓഫ് accounting used in industries where the process of manufacture is divided into two or more process. അവിടെ എന്താണ്, ഇൻഡസ്ട്രി, അതായത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നതിന് മുമ്പായിട്ട് അത് രണ്ടോ അതിലധികമോ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ അവിടെ പ്രോസസ് കോസ്റ്റിംഗ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്. സോ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ഇത്രയും കൺസെപ്റ്റിൽ പറഞ്ഞതിൽ നിന്നും അതിന്റെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലായി കാണും എന്നുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന ഇമേജിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഫ്ലോ ചാർട്ട് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സിലോട്ട് നമ്മൾ എന്ത് നൽകുകയാണ്, വി ആർ പ്രൊവൈഡിങ് റോ മെറ്റീരിയൽ ടു പ്രോസസ് 1, ദെൻ വി വിൽ ഗെറ്റ് ഔട്ട്പുട്ട്. പ്രോസസ് 1-ൽ പ്രോസസ് ചെയ്തതിന് ശേഷം ഔട്ട്പുട്ട് കിട്ടും. അതിന്റെ കോസ്റ്റ് സഹിതം നമ്മൾ എന്ത് ചെയ്യും, അത് അടുത്ത പ്രോസസ്സിന്റെ ഇൻപുട്ടായിട്ട് കൺസിഡർ ചെയ്യും. ദാറ്റ് ഔട്ട്പുട്ട് വിൽ ബി കൺസിഡേർഡ് ആസ് ഇൻപുട്ട് ഓഫ് നെക്സ്റ്റ് പ്രോസസ്, ദാറ്റ് ഈസ് പ്രോസസ് 2. പ്രോസസ് 2-ൽ എന്ത് ചെയ്യും, ദാറ്റ് വിൽ ബി പ്രോസസ്ഡ്. അവിടെ പ്രോസസ് ചെയ്തതിന് ശേഷം വി വിൽ ഗെറ്റ് ഔട്ട്പുട്ട്. വി വിൽ ഗെറ്റ് ഔട്ട്പുട്ട് പ്രോസസ്ഡ് ആണ്, അതായത് ഫുള്ളി ഫിനിഷ്ഡ് ഔട്ട്പുട്ട് അല്ല, സെമി പ്രോസസ്സിങ് അല്ലെങ്കിൽ പ്രോസസ്സിങ് ചെയ്യുക, സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകളാണ് നമുക്ക് എന്ത് ചെയ്യപ്പെടുന്നത്, കിട്ടപ്പെടുന്നത് എന്നുള്ളതാണ്. ഔട്ട്പുട്ട് മീൻസ് സെമി ഫിനിഷ്ഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ദാറ്റ് വിൽ ബി ദ ഇൻപുട്ട് ഫോർ ദി ലാസ്റ്റ് പ്രോസസ്. സപ്പോസ് there are only 3 processes, then we will get input for process 3. Then thereafter we will get finished stock or finished goods കിട്ടുന്നതായിരിക്കും എന്നുള്ളത്. അവിടെ എന്ത് സംഭവിക്കുന്നത്, ആദ്യം പ്രോസസ് 1-ലോട്ട് റോ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും. റോ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം പ്രോസസ് 1-ലെ പ്രോസസ്സിന് ശേഷം വി വിൽ ഗെറ്റ് ഔട്ട്പുട്ട്. ദെൻ ദാറ്റ് വിൽ ബി ദ ഇൻപുട്ട് ഫോർ പ്രോസസ് 2. ഈ പ്രോസസ് 2 ദെൻ വി വിൽ ഗെറ്റ് ആഫ്റ്റർ ദ പ്രോസസ് 2 output or semi-finished goods of process 2. Then that will be the input of process 3, under which the again third process will complete. This is the last process before the completion of the production. So after we will get finished goods or finished stock at the end of the process. Okay. So stages of production, raw material will be provided, one identifiable stage, another identifiable stage. It will continue till the finished product is happened. Process costing, input will be goes through process 1, process 2, process 3, and finally output. Suppose if there is process 4, then there is process 4. Okay. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3 തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ പ്രോസസ്സുകളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ ഫോർ പ്രോസസ് കോസ്റ്റിംഗ്. ഡെഫിനിഷൻ ഫോർ പ്രോസസ് കോസ്റ്റിംഗ്. According to ICMA terminology, ICMA London, Institute of Cost and Management Accountants, London defines process costing is that form of operation costing which applies where standardized goods are produced
ഓപ്പറേഷൻ കോസ്റ്റിന്റെ ഒരു ഭാഗമാണ് എന്ത് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. വേർ എന്താ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരുപോലെയുള്ള സിമിലർ ആയിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഐഡന്റിക്കൽ ആയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ definition. Process costing is that form of operation costing which applies where standardized goods are. Then what are the features of process costing? First of all, production is continuous. Production should be continuous basis. പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, പ്രൊഡക്ട്സ് പാസ് ത്രൂ 2 or more distinct പ്രോസസ് ഓഫ് കംപ്ലീഷൻ. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവുന്നതിന് മുമ്പ് എന്ത് ചെയ്തിരിക്കണം? 2 അതിൽ കൂടുതലോ പ്രോസസ്സുകളിലൂടെ കടന്നു പോയിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പ്രൊഡക്ട്സ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് ആൻഡ് ഹോമോജീനിയസ്. ഒരുപോലത്തെ പ്രൊഡക്റ്റ് ആയിരിക്കണം. ഓരോ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. സെയിം പ്രൊഡക്റ്റിന് തന്നെ ആയിരിക്കണം. അതായത് ഒരു പ്രൊഡക്റ്റ് 2 അതിൽ കൂടുതൽ പ്രോസസ്സുകളിലോ കടന്നു പോകുമ്പോൾ രണ്ടാമത്തെ പ്രോസസ്സിലേക്കോ മൂന്നാമത്തെ പ്രോസസ്സിലേക്കോ എത്തുമ്പോൾ ഫസ്റ്റ് പ്രോസസ്സിൽ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പാടില്ല. ഒരേ പ്രൊഡക്റ്റ് ആയിരിക്കും. ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരുപോലത്തെ പ്രൊഡക്റ്റ് മാത്രമേ, സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പ്രൊഡക്ട്സ് ആർ നോട്ട് ഡിസ്റ്റിങ്വിഷബിൾ ഇൻ പ്രോസസ്സിംഗ് സ്റ്റേജ്. പ്രോസസ്സിംഗ് സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാനോ അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ട് അതിനെ കണക്കാക്കാനോ കഴിയില്ല എന്നുള്ളതാണ്. ഫൈനൽ സ്റ്റേജിലെത്തുമ്പോൾ മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ? ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുള്ള ഐഡന്റിഫയബിൾ ഗുഡ് ആയിട്ട് മാറുകയുള്ളൂ എന്നുള്ളതാണ്. The finished product of one process becomes the raw material of the subsequent process. നമ്മൾ നേരത്തെ ഫ്ലോ ചാർട്ടിൽ കണ്ടതാണ്. ഒരു പ്രോസസ്സിന്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കും അടുത്ത പ്രോസസ്സിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നാണ്. അപ്പൊ എത്ര പ്രോസസ്സുകൾ ഉണ്ടോ ഓരോ പ്രോസസ്സിന്റെയും സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുൻപുള്ള പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും എന്നുള്ളതാണ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ്സ് ആർ കളക്റ്റഡ് ഫോർ ഈച്ച് പ്രോസസ് ആൻഡ് ചാർജ്ഡ് അക്കോർഡിംഗ്ലി. ഓരോ പ്രോസസ്സിലും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്സ് തുടങ്ങിയിട്ടുള്ള എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുകയും അതിന്റെ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രോസസ് അക്കൗണ്ട് കൃത്യമായി പ്രിപ്പയർ ചെയ്യുകയും പെർ യൂണിറ്റ് കോസ്റ്റും ടോട്ടൽ കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അനദർ ഫീച്ചർ. The next one, the output of the last process is transferred to finished stock. ഏറ്റവും അവസാനം പ്രോസസ് ചെയ്യപ്പെടുന്ന ഔട്ട്പുട്ട് ആയിരിക്കും എന്ത്? ഫിനിഷ്ഡ് സ്റ്റോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. കോസ്റ്റ് ആർ കളക്റ്റഡ് പ്രോസസ് വൈസ്. ഓരോ കോസ്റ്റും പ്രോസസ് വൈസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നതും കളക്ട് ചെയ്യപ്പെടുന്നതും. ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ഇൻ ഈച്ച് പ്രോസസ്. ഹിയർ കൺസിഡർ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. 2 കോസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. If there is a stock of semi-finished goods, it is expressed in terms of equivalent units. സെമി ഫിനിഷ്ഡ് ഗുഡ്സിന് തന്നെ എന്ത് ചെയ്യാം? ഈക്വലന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ്, അതായത് 3 പ്രോസസ്സുകളുണ്ട്. രണ്ടാമത്തെ പ്രോസസ്സിലെ സെമി ഫിനിഷ്ഡ് ഗുഡ്സിന് തന്നെ ഒരു ഈക്വലന്റ് പ്രൊഡക്റ്റിന്റെ മുഴുവനായിട്ടില്ല എങ്കിലും ഒരു ഈക്വലന്റ് പ്രൊഡക്റ്റിന്റെ എത്ര പെർസെൻറ്റേജ് കംപ്ലീഷൻ ആയോ അതിന്റെ ബേസിൽ എന്ത് ചെയ്യാം? ഈക്വലന്റ് പ്രൊഡക്ഷൻ കണ്ടെത്താനും കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഈച്ച് പ്രോസസ് ഈസ് ഡിവൈഡഡ് ബൈ ദ നോർമൽ ഔട്ട്പുട്ട് ഓഫ് ദാറ്റ് പ്രോസസ് ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദാറ്റ് പ്രോസസ്. ഓരോ പ്രോസസ്സിലും എന്ത് ചെയ്യുന്നത്? ടോട്ടൽ കോസ്റ്റും അതേപോലെ തന്നെ പെർ യൂണിറ്റ് കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. പെർ യൂണിറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർ യൂണിറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ദീസ് ആർ ദി സം ഓഫ് ദി ഫീച്ചേഴ്സ് ഓഫ് പ്രോസസ് കോസ്റ്റ്. What are the difference between job costing and process costing? In the first module, we discussed what is job costing. Okay. Now we are going to distinguish between job costing and process costing. There are some differences between job costing and process costing. First of all, under job costing, goods are manufactured only against a specific orders. ഒരു സ്പെസിഫിക് ഓർഡർ കിട്ടിയെങ്കിൽ മാത്രമേ ജോബ് കോസ്റ്റിംഗ് പ്രകാരം ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് ആദ്യത്തെ ഡിസ്റ്റിങ്വിഷിംഗ് ഫാക്ടർ. പ്രോസസ് കോസ്റ്റിംഗിലാണ് എങ്കിൽ പ്രൊഡക്ഷൻ ഈസ് ഓഫ് ലൈക്ക് യൂണിറ്റ്സ് ഈസ് കണ്ടിന്യൂസ് ഫ്ലോസ്. ഒരുപോലത്തെ പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ജോബ് കോസ്റ്റിംഗ്
Costs are accumulated and applied to specific job. ഓരോ ജോബിനുമാണ് എന്ത് ചെയ്യുന്നത് കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. ഇവിടെ എങ്ങനെയായിരിക്കും? കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ആൻഡ് അപ്ലൈഡ് പ്രോസസ് വൈസ് ഓർ ഡിപ്പാർട്ട്മെന്റ് വൈസ്. ഓരോ പ്രോസസ്സിനും അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ വൈസിലോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രോസസ് കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നു, അപ്ലൈ ചെയ്യപ്പെടുന്നു. ജോബ് കോസ്റ്റിംഗിൽ costs are computed after every job is completed. ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. But in case of process costing, costs are computed after the expiry of particular cost period. ഒരു പർട്ടിക്കുലർ കോസ്റ്റ് പീരിയഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഓരോ പ്രോസസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദാറ്റ് പ്രോസസ് until that particular process. For example, 3 പ്രോസസ് ഉണ്ടെങ്കിൽ 1, 2, 3. ഓക്കെ, സെക്കൻഡ് എത്തുമ്പോഴേക്കും 2 ആയപ്പോഴേക്കുള്ള കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ കോസ്റ്റ് പീരിയഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യാം? പ്രോസസ് കോസ്റ്റിംഗിൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഡിഫറെന്റ് ജോബ്സ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. ഓരോ ജോബും എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ളതാണ്. പക്ഷേ പ്രോസസ് കോസ്റ്റിംഗിലോട്ട് വരും. പ്രൊഡക്ഷൻ ബീയിങ് ഇൻ എ കണ്ടിന്യൂസ് ഫ്ലോ, പ്രൊഡക്ട്സ് ആർ ഇന്റർമിംഗ്ലഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ലോഡ്സ് ആർ നോട്ട് ഡിസ്റ്റിങ്വിഷബിൾ. ഇവിടെ എന്തല്ല, ഓരോ പ്രോസസ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് പ്രൊഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. ഒരു പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും അടുത്ത പ്രോസസ്സിന്റെ ഇൻപുട്ട്. പക്ഷെ അവിടെയൊന്നും എന്ത് ചെയ്യുന്നില്ല, ഫിനിഷ്ഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നില്ല, സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്റർമിംഗ്ലഡ് ആയിരിക്കും, ഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. Job costing, products are normally not transferred from one job to another except in the case of surplus work or excess production. സാധാരണയായിട്ട് ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ജോബ് കോസ്റ്റിംഗിന്റെ പ്രത്യേകത. Unless otherwise, if there is any special circumstances. But in case of process costing, costs are normally transferred from one process to another. Generally, the finished product of the process becomes the raw material of the next process until the goods are completely manufactured. ഒരു പ്രൊഡക്റ്റ് മുഴുവനായിട്ടും 100% മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത് വരെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഓരോ പ്രോസസ്സിന്റെ നിന്നും അടുത്ത പ്രോസസ്സിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും അടുത്ത പ്രോസസ്സിന്റെ ഇൻപുട്ട് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് പ്രോസസ് കോസ്റ്റിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള പ്രസക്ത ഭാഗം എന്ന് പറയുന്നത്. Then job costing. From the point of view of managerial control, more attention is needed because production is not in continuous flow and each job is different. So, ഫോർ ജോബ് കോസ്റ്റിംഗ് ഓരോ ജോബിനും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയും സൂപ്പർവിഷനും കൺട്രോളും ആവശ്യമുണ്ട്. മാനേജീരിയൽ കൺട്രോൾ ഏറ്റവും അധികം ആവശ്യമുള്ളത് ജോബ് കോസ്റ്റിംഗിന് ആണ് എന്നുള്ളതാണ്. ദെൻ പ്രോസസ് കോസ്റ്റിംഗ്, ബിക്കോസ് ഓഫ് ദ സ്റ്റാൻഡേർഡ് മാസ് ആൻഡ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ, മാനേജീരിയൽ കൺട്രോൾ ഈസ് ഈസിയർ. സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഓരോ പ്രോസസ്സിലും എന്താണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിനുള്ള കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത് കാരണം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്ഷനാണ് നടക്കപ്പെടുന്നത്. മാസ് ആൻഡ് കണ്ടിന്യൂസ് ബേസിലായതുകൊണ്ടും that much managerial control is not at all required. Then job costing. Different jobs may or may not have opening or closing work in progress. ഓരോ ജോബിനും ഓപ്പണിംഗോ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സോ ഉണ്ടായിരിക്കണം എന്നില്ല. ബട്ട് ഇൻ കേസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്, ആസ് ദ പ്രൊഡക്ഷൻ ഈസ് ഇൻ കണ്ടിന്യൂസ് ഫ്ലോ, there is always an opening and closing balance of work in progress. എപ്പോഴും എന്തായിരിക്കും ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോസസ് കോസ്റ്റ് costing. Next, we are going to discuss application areas of process costing. Where it is applied. എവിടെയൊക്കെയാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് സാധാരണ കാണാൻ കഴിയുന്നത്? സം ഓഫ് ദി ഏരിയാസ്: കെമിക്കൽ വർക്ക്, സോപ്പ് മേക്കിംഗ്, ഡിസ്റ്റിലേഷൻ പ്രോസസ്, പേപ്പർ മിൽസ്, മീറ്റ് പ്രൊഡക്ട്സ് ഫാക്ടറി, മിൽക്ക് ഡയറി, ഓയിൽ റിഫൈനറി, സിമെന്റ് പ്രൊഡക്ഷൻ. ഇവിടെയൊക്കെ എന്ത് ചെയ്യുക? ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ, വേവിംഗ്, സ്പിന്നിങ് എക്സെട്ര. ഇൻഡസ്ട്രീസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോസസ് കോസ്റ്റിംഗ് ആണ് അപ്ലൈ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് വാട്ട് ഈസ് പ്രോസസ് കോസ്റ്റിംഗ് എന്നും അതിന്റെ ഫീച്ചേഴ്സും ഡെഫിനിഷനും ഫ്ലോ ചാർട്ടും കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോസസ് കോസ്റ്റിംഗിന്റെ പ്രോബ്ലം പോർഷനുകളിലേക്കെല്ലാം നമ്മൾ കിടക്കും. ഇല്ലുസ്ട്രേഷൻ സോൾവിങ്ങും, നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്, നോർമൽ ഗെയിൻ തുടങ്ങിയിട്ടുള്ള ഡിഫറെന്റ് വേരിയസ് ആയിട്ടുള്ള കൺസെപ്റ്റുകളിലോട്ടും നമ്മൾ കിടക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. Then for
എനേബിൾ ചെയ്യുക. താങ്ക് യു.